ഹലോ ഓൾ. ആദിക് രവിചന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത അജിത്തിന്റെ 63ാമത്തെ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി. ഒരു രക്ഷയില്ല, അജിത്ത് തകർത്തു. വിടാമുയർച്ചയ്ക്ക് ശേഷം ബോക്സ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂസ് കിട്ടിയ ഒരു ഫാൻ പടം തന്നെയാണ് ഇന്ന് പുറത്തിറങ്ങിയ ഗുഡ് ബാഡ് അഗ്ലി. ഈ വിഷുക്കാലത്ത് ഇത് ഹിറ്റടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോയി ധൈര്യമായിട്ട് കണ്ടോളൂ. അജിത്ത് ഫാൻസിനുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നി. ഈ സിനിമയുടെ ഡയറക്ടറെ അജിത്തിന്റെ ഒരു ഫാൻ ബോയ് ആണ്. അദ്ദേഹം ഈ സിനിമയിൽ അജിത്തിന്റെ പഴയകാല സിനിമകളുടെ റെഫറൻസും എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നു. ഇതിൽ അജിത്തിന്റെ ഭാര്യയായിട്ട് വരുന്ന തൃഷയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഏജ് ലൈക്ക് എ വൈൻ എന്ന് പറയുന്ന പോലെയാണ് തൃഷേനെ കാണുമ്പോൾ എനിക്ക് ഈ സിനിമയിൽ തൃഷേനെ കാണുമ്പോൾ തോന്നിയത്. തൃഷ ഒരു രക്ഷയില്ല, സൂപ്പർ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഒന്നിനൊന്നും മെച്ചാണ്. സിനിമ തുടങ്ങുന്നത് ജയിലിൽ നിന്നാണ്. ജയിലിൽ അജിത്ത് ഒരു ഡോൺ ആയിട്ട് ഇങ്ങനെ വാഴുവാണ്. അവിടെ തൻ്റെ മകന് വേണ്ടി പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പിന്നീട് ആ അജിത്തിന്റെ കുടുംബം, തൃശയൊക്കെയുള്ള അജിത്തിന്റെ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇത് എന്തായാലും നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഞാൻ എന്തായാലും സസ്പെൻസ് പൊളിക്കുന്നില്ല. വില്ലൻ കഥാപാത്രം ഒരു രക്ഷയില്ല. അർജുൻ ദാസ് ആണ് വില്ലനായിട്ട്. അതും വില്ലൻ ഡബിള്. ഷൈൻ ടോമിന്റെ ഒരു വരവുണ്ട് എൻ്റെ മോനെ. പിന്നെ അത് എടുത്തു പറയാനുള്ളത് സിമ്രാന്റെയും ഒരു വരവുണ്ട്. ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് മാസ്സായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അജിത്തും ഈ സിമ്രാനും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട്. അപ്പൊ നമുക്ക് എവർഗ്രീൻ സിനിമകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. സിമ്രാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന ഒരു അപാര റോള് തന്നെയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, അതിഭയങ്കരം. സത്യം പറഞ്ഞാൽ ഇവരുടെ കെമിസ്ട്രി ഒന്നും പറയാനില്ല, അമേസിങ്. അജിത്തിന്റെയും തൃഷയുടെയും മകനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ എമ്പുരാനില് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം ചെയ്ത മസൂദായിട്ട് അഭിനയിച്ച, സലാറിലെ വരദരാജ മന്നാരായിട്ടും ഒക്കെ എത്തിയ കാർത്തികേയ ദേവാണ്. പിന്നെ ഈ സിനിമയിലെ പ്രഭു, പ്രസന്ന, രാഹുൽ ദേവ്, ഉഷ ഉതുപ്പ് ഇവരൊക്കെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഗുഡ് ബാഡ് അഗ്ലി ഈ സജിത്തിന്റെ 63ാമത്തെ ചിത്രമാണ്. തകർത്തു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ ആക്ഷൻ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷെ തിയേറ്ററിൽ പോയി കാണണം. തൻ്റെ 63ാമത്തെ ചിത്രത്തിലൂടെ എവർഗ്രീൻ ആയ അജിത്ത് ഈസ് ബാക്ക്.